CRP ഫൈറ്റ് ക്ലബ്ബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഹംപി പാർട്ടിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 2-3 സ്ഥലങ്ങൾ ഇന്ന് ഇതിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെയാണ് ഈ ഒരു കാണുന്ന കേവ് ടെമ്പിൾ. ഇതൊരു ഭൂമിക്കടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അമ്പലമാണ്. ഈ ഒരു ഗുഹ കണക്കുള്ള ഒരു പുറം ഭാഗം കണ്ടാൽ ഒരു പാറയുടെ ഉള്ളു തുറന്ന് അകത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം ഭൂനിരപ്പിൽ നിന്നും താഴെയാണ് ഈ ഒരു അമ്പലം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ പ്രതിഷ്ഠയോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ നമുക്കിത് ടൂറിസ്റ്റുകൾക്ക് വന്ന് കാണാം, പോകാം, അത്രയേ ഉള്ളൂ. അതിനകത്തുള്ള പ്രതിഷ്ഠയും കാര്യങ്ങളൊന്നും ഇപ്പോൾ അവിടെ നിലവിലില്ല. ഇവിടെ പൂജയും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ ഭൂനിരപ്പിൽ നിന്നും താഴെയാണ്. നമ്മൾ ആദ്യം കണ്ട ഈ ഒരു പാറയിൽ, ആ ഒരു പാറയുടെ അടിവശം തുറന്നാണ് ആ ഒരു ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഹൈറ്റ് നമുക്ക് കാണാം. അതായത് ആ മേളിൽ കാണുന്നതിന് ഒരു ഭൂനിരപ്പ്. അതിനകത്ത് ഇതൊക്കെ കുഴിച്ചെടുത്തതാണ്. ഈ ആർക്കിയോളജിക്കൽ വിഭാഗം പിന്നീട് പിൽക്കാലങ്ങളിൽ അത് കുഴിച്ച് എടുത്തതാണ്. ഇതെല്ലാം ഭൂമിക്കടിയിലായിരുന്നു, മൺമറഞ്ഞ് പോയതായിരുന്നു. അപ്പോൾ ഇതെല്ലാം കുഴിച്ചെടുത്തതാണ്. ഈ ഒരു കേവ് ടെമ്പിളിൻ്റെ പുറം ഭാഗമാണ് ഈ കാണുന്നത്. ആ ഒരു പാറയാണ്. പാറ തുറന്നിട്ടാണ് അത് അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് ആ ഒരു ടെമ്പിൾ നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ നിന്നും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു ഏരിയ കാണാം. അവിടെ ഒരു പാലസ് നിലനിന്നിരുന്ന സ്ഥലമാണ്, പഴയൊരു കൊട്ടാരം നിലനിന്നിരുന്ന സ്ഥലമാണ്. പിൽക്കാലത്ത് ആർക്കിയോളജിക്കൽ വിഭാഗം ഉത്ഖനനം ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ ഒരു ഏരിയ. അപ്പോൾ അവിടെ കുറച്ച് ഭാഗങ്ങളിൽ പാറകൾ അടുക്കി വെച്ചിരിക്കണം. അത് പിൽക്കാലത്ത് അവരത് അടുക്കിയതാണ്. അതിൻ്റെ തറമട്ടം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലെവൽ വെച്ച് അവർ കുറേ ഭാഗങ്ങളിൽ കല്ലടുക്കിയിരിക്കുകയാണ്. ഈ ഒരു ആർക്കിയോളജി വിഭാഗം അടുക്കിയിരിക്കുകയാണ്. ആ കാണുന്ന ഒരു മതിലിൻ്റെ ലെവലാണ്. അന്നത്തെ കാലത്തെ കൊട്ടാരത്തിൻ്റെ വലിയ വലിയ ചുമരുകളുണ്ടായിരുന്നു, ആ ഒരു മതിലുകളുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളാണ് ആ കാണുന്നത്. ആ ദൂരം നമുക്ക് കാണാൻ പറ്റുക, കണ്ണത്താ ദൂരത്തോളം കാണുന്ന ആ ഒരു ഏരിയ. ഇതെല്ലാം ഒരു പാലസിൻ്റെ, നശിപ്പിക്കപ്പെട്ട പാലസിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ആ ഒരു റൂം കണക്ക് നമുക്ക് അവിടെ നേരിട്ട് കാണാൻ മനസ്സിലായി. ഇതൊരു റൂം കണക്കുള്ള ഏരിയയാണ്, റൂമാണ്. ഇതിൽ നിന്ന് ഓരോ റൂമിലേക്കും സെപ്പറേറ്റ് ഇത് ഓരോ റൂമിലൂടെ അതിൻ്റെ ഇടനാഴികളാണ്. ആ ഒരു പാലസിനകത്തുള്ള ഇടനാഴികളാണ്. ഇതിൽ നിന്ന് ഓരോ റൂമുകൾ, അനേകം റൂമുകളുണ്ട്. ഇങ്ങനെ കണ്ണെത്താൻ ദൂരത്തോളം കിടക്കുകയാണ്. ഇതൊരു വലിയൊരു പാലസ് ആയിരുന്നു. അത് നശിപ്പിക്കപ്പെട്ട നിലയിലാണ് ഇത് കാണുന്നത്. ഇതെല്ലാം കാട് കയറി കിടക്കുകയാണ്. ഈ ഒരു ഏരിയ മൊത്തം കാട് കയറി കിടക്കുകയാണ്. ആ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ്റെ ആ ഒരു ബേസ് മാത്രമേ ഇപ്പോൾ അവിടെ കാണാൻ കഴിയത്തുള്ളൂ. ബാക്കിയെല്ലാം നശിപ്പിക്കപ്പെട്ട നിലയിലാണ്. ഇവിടെയൊക്കെ അങ്ങനെ തിങ്ങി നിറഞ്ഞ രീതിയിലുള്ള ടൂറിസ്റ്റുകളൊന്നുമില്ല. ഞങ്ങൾ പോയ സമയത്ത് വളരെ കുറച്ച് പേര് മാത്രം ഇങ്ങനെ എത്തിയും തപ്പിയും കണ്ടുപിടിച്ച് വരികയാണ്. ഞങ്ങൾ ഇതിനൊക്കെ ഓരോന്ന് റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഓരോ സൈൻ ബോർഡുകൾ കാണാം, ചെറിയ സൈൻ ബോർഡുകൾ. നമ്മളത് നോക്കിപ്പോയി. ചെറിയ മൺപാത, ഇതിനൊക്കെ കാട് കണക്ക് എല്ലാം കിടക്കുകയാണ്. അപ്പോൾ അതിൽ കൂടെ പോകുമ്പോൾ ഓരോ ചെറിയ ഇതിനൊക്കെ ഫലകങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമ്മൾ അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ കേവ് ടെമ്പിൾ ആൻഡ് പാലസ് എന്ന് കാണാം. അപ്പോൾ ആ ഒരു ടെമ്പിളിൻ്റെയും ആ ഒരു പാലസിൻ്റെയും പറ്റുള്ള ചെറു വിവരണം ഇതിനകത്ത് കാണാം, ഹിന്ദിയിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഒരു സ്ഥലം അന്വേഷിച്ച് പോയാൽ കിട്ടത്തില്ല. ഇത് നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോ ഫലങ്ങൾ വെച്ചിട്ടുണ്ട്, അത് നോക്കി അങ്ങ് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് പിന്നെ ഈ ഒരു കാണുന്ന ഏരിയയിലേക്കാണ്. ഇവിടെ ഒക്ടഗോണൽ ബാത്ത് എന്ന് പറഞ്ഞൊരു ഏരിയയാണ്. അത് ഒക്ടഗോണൽ ബാത്ത്, ഇത് കാണാൻ പറ്റും. ഒക്ടഗോണൽ ബാത്ത് ഇതൊരു 8 ദിക്കിൽ 8 കോണുള്ള ഒരു ബാത്ത് ഏരിയയാണ്. ഒരു 8 ദിശ ഉള്ളതിൻ്റെ പേരാണ്, 8 കോണുകൾ ഉള്ളതിൻ്റെ പേരാണ് അതിന് ഈ ഒക്ടഗോണൽ ബാത്ത് എന്നൊരു പേരിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ ഒക്ടഗണിൻ്റെ ആകൃതി നിർമ്മിച്ച ഒരു ഭീമാകാരമായ ഒരു കുളിമുറിയാണ് ഈ ഒരു ഒക്ടഗോണൽ ബാത്ത്. ഇതിന് മധ്യത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഒരു അഷ്ടകോണാകൃതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമും അതിന് ചുറ്റും തൂണുകളുള്ള ഒരു വരാന്തയും ഒക്കെ ഉള്ളൊരു ബാത്ത് ഷെൽട്ടർ മോഡലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ നടുക്ക് കാണുന്ന ആ ഒരു ഏരിയ അന്നത്തെ കാലത്ത് വെള്ളം നിറച്ചിട്ടിരുന്നൊരു ഏരിയയാണ്. ഇപ്പോൾ അവിടെ വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ഏരിയയിലായിരുന്നു വെള്ളം നിറച്ചിട്ടിരുന്നത്. ഈ ഒരു ഒക്ടഗോണൽ ബാത്തിൻ്റെ കുറച്ച് അകലെയായിട്ട് നമുക്കൊരു ക്ഷേത്രം കാണാൻ കഴിയും. ഒരു ക്ഷേത്രത്തിൻ്റെ പേര് ചന്ദ്രശേഖര ക്ഷേത്രം എന്നാണ്. ഈ ഒരു ഒക്ടഗോണൽ ബാത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് അനേകം നശിപ്പിക്കപ്പെട്ട കൊട്ടാരങ്ങളുടെയൊക്കെ അടിത്തറ കാണാൻ കഴിയും. പിന്നെ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ചന്ദ്രശേഖര ക്ഷേത്രം ഇതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരു ചെറിയ ഒരു വീഡിയോയിൽ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള ഒരു 2-3 എപ്പിസോഡും കൂടി കാണാം. ബാക്കിയുള്ള ഇത് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.